ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹരിഹരൻ നന്ദനുള്ള ഭക്ഷണവുമായി വന്നത് കണ്ട് നന്ദൻ ആ പഴകിയ ഭക്ഷണം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കളയുന്നു. അത് കണ്ട ഉടനെ നന്ദനോട് അയാൾ ദേഷ്യപ്പെടുന്നു. അതെ, നിനക്ക് സമയാസമയത്ത് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു തരുന്നതല്ല എൻ്റെ ജോലി. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ഇതെടുത്ത് കഴിച്ചാൽ മതി. നീ ഇനി അധിക നാൾ ഇതുപോലെ ജീവനോട് ഇവിടെ ഉണ്ടാവില്ല. നിനക്ക് അവസാനമായിട്ട് ഒരുരുള ചോറ് മാത്രമേ ഇനി തരാൻ പോകുന്നുള്ളൂ. അന്ന് മാത്രമാണ് നീ ശരിക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം. അത് പക്ഷേ അവന്തികയുടെ ദയവ് കൊണ്ട് തന്നെയായിരിക്കും. അന്നത്തോടെ നീ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം എത്രയും വേഗം വന്നു ചേരാൻ നീ പ്രാർത്ഥിക്കുക. അതാണ് നിനക്ക് നല്ലത് എന്ന് ഹരിഹരൻ പറയുന്നത് കേട്ട് നന്ദൻ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. നിങ്ങളും അവധികയും ചേർന്ന് കാണിച്ച കള്ളക്കളികൾക്കൊക്കെ വെറുതെ നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനെയും എന്നെയും ഒക്കെ കുറ്റവാളികളാക്കുന്നത്? എല്ലാം അറിയാവുന്ന നിങ്ങൾ തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൂടെ എന്ന് ചോദിച്ചതും ഹരിഹരൻ പറഞ്ഞു, എനിക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. നിന്റെ വീട്ടുകാരും എൻ്റെ മോളുടെ കുടുംബത്തോട് കാണിച്ച നീ അനീതി എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ ഇപ്പോഴുമുണ്ട് എൻ്റെ ആ സഹോദരി ഭർത്താവ്. അന്ന് എല്ലാം നഷ്ടപ്പെട്ട ആ ദിവസം അദ്ദേഹം സ്വന്തം ജീവിതം അവസാനിപ്പിച്ചതും, അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിച്ച ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വന്ന എൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴും ഇന്നലെ എന്ന പോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അച്ഛൻ അവന്തികയുടെ കുടുംബത്തോട് കാണിച്ച ആ ക്രൂരത, അതിനുള്ള ശിക്ഷയും അതിനുള്ള പകവീട്ടിലുമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവന്തിക അത് ഓരോരുത്തർക്കുമായി അവന്തികയുടെ കയ്യിൽ നിന്ന് തന്നെ കൃത്യമായി തന്നെ അവരെല്ലാവരും ചെയ്തതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. നിന്റെ അച്ഛൻ ചെയ്തു കൂട്ടിയ പാപത്തിനുള്ള പാപപരിഹാരമായി തന്നെ അത് അവന്തിക അയാൾക്കായി നൽകുന്ന ശിക്ഷയാണിത് എന്ന് ഹരിഹരൻ പറഞ്ഞത് കേട്ട് നന്ദൻ പറഞ്ഞു, നിങ്ങൾക്കും കാര്യങ്ങൾ അറിയാവുന്നതല്ലേ? അന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാവല്ലോ. നിങ്ങളും അവന്തികയും ചേർന്ന് നടത്തിയ അന്നത്തെ ആ ചതിയിൽ അവസാനം നിങ്ങൾ തന്നെ ചെന്ന് വീണു. അതിന് എൻ്റെ അച്ഛനെയാണോ കുറ്റവാളിയാക്കേണ്ടത് എന്ന് ഹരിഹരനോട് നന്ദൻ ചോദിച്ചു. അത് കേട്ടതും ഹരിഹരൻ പറഞ്ഞു, എന്നും ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. അവന്തികയുടെ അച്ഛൻ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവരുടെ കുടുംബം രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് അന്ന് അങ്ങനെ ഒരു സാഹസികത ചെയ്തത്. സ്വന്തം അച്ഛൻ്റെ ബിസിനസ് നല്ല നിലയ്ക്ക് പോകണമെന്ന് ഏതൊരു മകളാണ് ആഗ്രഹിക്കാത്തത്? അതേ അന്ന് എൻ്റെ മോളും ആഗ്രഹിച്ചുള്ളൂ. അതിന് നിന്റെ അച്ഛൻ അതൊരു അവസരമാക്കി മുതലെടുക്കുകയല്ലേ ചെയ്തത് എന്ന് ഹരിഹരൻ നന്ദനോട് ചോദിച്ചു. അത് കേട്ടതും നന്ദൻ പറഞ്ഞു, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് ഹരിഹരനോട് നന്ദൻ പറയുമ്പോൾ ഹരിഹരൻ പറഞ്ഞു, എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. വേണമെങ്കിൽ നീ ഈ ഭക്ഷണം കഴിച്ചാൽ മതി. നിന്റെ അച്ഛൻ ചെയ്തതിനുള്ള ശിക്ഷ നീ തന്നെ അനുഭവിക്കും എന്ന് പറയുമ്പോൾ അവസാനം നന്ദനോട് കുറച്ചു നേരം കഴിയുമ്പോൾ നിനക്ക് തന്നെ വിശപ്പ് തോന്നും. അതുകൊണ്ട് ഈ ഭക്ഷണം ഇവിടെ ഇരുന്നോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഇതെങ്കിലും മതിയെന്ന് നീ മനസ്സിലാക്കും. അപ്പോൾ നിനക്ക് തിന്നാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഹരിഹരൻ വാതിലടച്ച് പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് വേഗം തന്നെ അവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഹരിഹരൻ ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോയതിന്റെ ദേഷ്യത്തിൽ നന്ദൻ അത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് അർച്ചന കൃത്യമായി ഹരിഹരന്റെ വീട്ടിലേക്ക് വന്നെത്തിയത്. വാതിൽ മുട്ടാനൊരുങ്ങിയ അർച്ചന പെട്ടെന്ന് അത് വേണ്ട എന്ന് തീരുമാനത്തിലെത്തി. ഹരിഹരന്റെ കാറ് മുറ്റത്ത് കിടക്കുന്ന കണ്ടതോടെ അയാൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അപ്പുറത്ത് ചെന്ന് എന്താ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് മനസ്സിലാക്കാമെന്ന് കരുതി അർച്ചന വേഗം ആ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അർച്ചന സൈഡിലൂടെ അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു റൂമിൽ നന്ദനോട് സംസാരിക്കുന്ന ശബ്ദം അർച്ചന കേൾക്കാനിടയായി. ഹരിഹരൻ വന്ന് വാതിൽ തുറന്ന് നന്ദനോട് ദേഷ്യപ്പെട്ടു, നീയാം ചോറ് താഴെ കളഞ്ഞു അല്ലേടാ? നിനക്ക് ഇത് തന്നത് തന്നെ വലിയ അഹങ്കാരമായി മാറി. നിനക്ക് ഭയങ്കര ധാർഷ്ട്യമാണല്ലേ എൻ്റെ നേരെ. എന്നാ നിന്റെ ഈ ധാർഷ്ട്യവും ദേഷ്യമൊക്കെ കാണാൻ ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണ് ഇത് കണ്ടാലൊന്നും ഒട്ടും സഹതാപവും തോന്നത്തുമില്ല. അതുകൊണ്ട് നീ ഇനി ഇവിടെ കിടന്ന് എത്ര കുറച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. ഇനി നിനക്ക് പച്ചവെള്ളം പോലും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരിഹരൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് നന്ദന്റെയും ഹരിഹരന്റെയും സംസാരം സൈഡിൽ നിന്ന് അർച്ചന കേൾക്കാനിടയായി.
എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നാ നന്ദന്റെ ചോദ്യം. അതിന് ഹരിഹരൻ കൃത്യമായി മറുപടി നൽകി. അത് എന്തിനാണെന്നും എപ്പോഴാണ് നിന്റെ ജീവൻ എടുക്കേണ്ടതെന്നും ഒക്കെ ഉടനെ തന്നെ താമസിയാതെ ഒരു തീരുമാനമുണ്ടാകും. അത്രയും കൂടി നീ കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഹരിഹരൻ അവിടെ നിന്ന് പോയതുമൊക്കെ അർച്ചന കേട്ടു. അവസാനം അർച്ചന പതുക്കെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം വേഗം കാറിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അർച്ചന ഓടിയെത്തുന്നു. അർച്ചന അവിടേക്ക് ഓടി വരുന്നതും കണ്ട് സന്ധ്യ ഡോക്ടർ ചോദിച്ചു, എന്താ അർച്ചനെ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഏയ് പ്രശ്നമൊന്നുമില്ല, അയാളുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു. അത് അയാളുടെ വീട്ടിൽ മറ്റാരോ ഉണ്ട്. അത് ആരാണെന്ന് അറിയത്തില്ല. അവരുടെ സംസാരം വളരെ ദേഷ്യത്തിലായിരുന്നു. രണ്ടുപേരും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് നന്ദേട്ടൻ തന്നെയാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല എന്നും അർച്ചന അറിയിച്ചു. ഉടനെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു, ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ടും, എന്തായാലും അയാള് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുമല്ലോ, ആ സമയത്ത് നമുക്ക് അകത്ത് കയറാം, അതേ ഇനി രക്ഷയുള്ളൂ എന്ന് അർച്ചന സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ അവർ ആ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ആതിരയെ കാണുവാനായി നെല്ലിശ്ശേരിയിലേക്ക് എത്തിയ കമലെടുത്തി കിച്ചണിലേക്ക് എത്തി. അവിടെ മീര ജോലി ചെയ്യുന്നത് കണ്ട് കമലെടുത്തി വേഗം ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് ആതിരയെ നോക്കി പറഞ്ഞു, അതെ, ഇവള് വന്ന് വന്ന് അങ്ങ് ക്ഷീണിച്ചു പോകുന്നുണ്ടല്ലേ, ഇവളൊന്നും കഴിക്കുന്നില്ലേ മീരെ എന്ന് മീരയോട് അന്വേഷിച്ചതും മീര പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ അവളോട് എത്ര തവണ പറയുന്നുണ്ടെന്ന് അറിയാവോ, പക്ഷെ അവൾ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ എന്ന് ചോദിച്ചതും കമലെടുത്തി പറഞ്ഞു, മോളെ, ഈ സമയത്ത് നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അത് കേട്ട ഉടനെ ആതിര പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും, അതുകൊണ്ടാ എന്ന് പറഞ്ഞതും കമലെടുത്തി പറഞ്ഞു, ആ, ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. വൊമിറ്റ് ചെയ്താലും ഭക്ഷണം കഴിക്കണം. നമ്മുടെ വയറ്റിനുള്ളിലുള്ള കുഞ്ഞിന് അതാണ് നല്ലത്. പിന്നെ എപ്പോഴും സന്തോഷവതിയായിരിക്കണം. എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് സന്തോഷത്തോടെ ഇരുത്തണം എന്ന് പറഞ്ഞു. അത് കേട്ടോടനെ മീരടുത്തി പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ അതൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളോട് അതൊക്കെ പറയുന്നതാ എന്ന് പറഞ്ഞപ്പോൾ കമലെടുത്തി പറഞ്ഞു, ആ, സന്ദീപിനെയും അച്ഛനെയും കാണാൻ കഴിഞ്ഞില്ലല്ലോ, അച്ചു ഇനി എപ്പോഴാ എത്തുക എന്ന് ചോദിച്ചതും മീരടുത്തി പറഞ്ഞു, അത് പിന്നെ സന്ധ്യ ഡോക്ടറെ കാണാനാണ് അച്ചു പോയിരിക്കുന്നത്, ചിലപ്പം ഇനി വൈകി രാത്രിയാകുമ്പോഴേക്കേ അച്ചു എത്തത്തുള്ളൂ എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, എന്തായാലും സന്ദീപിനെയും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിരാശയോടെ കമലെടുത്തി പറയുമ്പോഴേക്കും ആതിര ചോദിച്ചു, അതെന്താ അമ്മ ഇപ്പൊ തന്നെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ കമലെടുത്തി പറഞ്ഞു, അതെ, അവിടെ അനൂപ് തനിച്ചല്ലേ ഉള്ളൂ, അനൂപ് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങ് ചെല്ലണ്ടേ, ഇല്ലെങ്കിൽ അറിയാമല്ലോ പുകില് എന്ന് ചോദിച്ചു. ഉടനെ മീര പറഞ്ഞു, എൻ്റെ അമ്മേ, കാര്യം അമ്മയുടെ മകനൊക്കെ തന്നെയാ, പക്ഷെ എന്തൊരു മൂശയുടെ സ്വഭാവമാണ്, എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ, എല്ലാം ക്ഷമിച്ച് പൊറുത്ത് എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാമെന്ന്, എത്ര പറഞ്ഞിട്ടും അതൊന്നും ആ തലയിലോട്ട് കയറുന്നില്ല എൻ്റെ അമ്മേ, എങ്കിലും ആളൊരു പാവമാണ് കേട്ടോ എന്ന് മീരടുത്തി അനുവിനെ കുറിച്ച് പറയുമ്പോൾ അത് കേട്ട് അങ്ങനെ അമ്മയും ആതിരയും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് സന്ദീപ് എത്തിയത്. അമ്മയും അച്ഛനും വന്നിരുന്നല്ലേ എന്ന് ചോദിച്ച് അരികിലെത്തി സന്ദീപ് സംസാരിക്കാൻ ഒരുങ്ങിയതും ഉടനെ കമലെടുത്തി ചോദിച്ചു, ആഹാ, മോൻ ഇത്ര വേഗം എത്തിയോ, മോനെ കാണാതെ പോവല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ സന്ദീപ് പറഞ്ഞു, അതെ, സച്ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്, നിങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ കഴിയുമോ, അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങ് പോന്നു എന്ന് സന്ദീപ് അറിയിച്ചു. ഉടനെ കമലയെടുത്തി പറഞ്ഞു, എന്തായാലും സന്തോഷമായെന്ന് പറഞ്ഞതും സന്ദീപ് വേഗം ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, നിങ്ങളെ ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞ് ആതിരയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു, എന്തായാലും അച്ഛനും അമ്മയും വന്നതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും സന്തോഷമായി, അത് മാത്രമല്ല എല്ലാവർക്കും എല്ലാ കാലത്തും ഇങ്ങനെ പിരിഞ്ഞിരിക്കാനും കഴിയില്ലല്ലോ അമ്മേ എന്ന്, എല്ലാവരെയും പുറത്ത് ക്ഷമിക്കാനും തയ്യാറാകണമല്ലോ, എല്ലാവരും ക്ഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ എന്നും സന്ദീപ് അറിയിച്ചു. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ കാലെടുത്തിയും മീരയും നിന്നു. ഈ സമയത്ത് ദയാനന്ദമാഷിന് അരികിലേക്ക് ചെന്ന ശശിയോട് ദയാനന്ദമാഷ് പറഞ്ഞു, മോനെ, ഞാനും അനുഭവം നിന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയിട്ടുണ്ട്, പലപ്പോഴും നിന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടതായും വന്നിട്ടുണ്ട്, അതൊന്നും മോൻ മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ഇല്ലച്ചാ, അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല, സത്യത്തിൽ എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റുണ്ടായിട്ടുള്ളത്, പലപ്പോഴും ധൈര്യത്തോടെ പലപ്പോഴും ചങ്കുറ്റത്തോടെ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടിയിരുന്ന സാഹചര്യത്തിൽ ഞാൻ മൗനം പാലിച്ചിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായതും,
പലപ്പോഴും ഞാൻ സംസാരിക്കാതിരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നീട് സംഭവിച്ചതെല്ലാം തന്നെ. ഒരു കണക്കിന് ഞാൻ തന്നെയല്ലേ അതിൽ തെറ്റുകാരൻ എന്ന് സന്ദീപ് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് മീരയെടുത്തിയും കമലയെടുത്തിയും മീരയും പിന്നാലെ ആതിരയും കൂടി അവിടേക്ക് എത്തി. ഉടനെ തന്നെ സന്ദീപ് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോടൊക്കെ ഇത്രയും നാളും പറയാത്തൊരു കാര്യമുണ്ട്. അന്നെല്ലാം ഞാൻ ആതിരയെക്കുറിച്ച് മാത്രമേ, ആ വീട്ടിലുള്ള ആതിരയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചൊന്നും ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് എനിക്ക് അങ്ങനെയെല്ലാം തെറ്റുകൾ സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയുകയാണ്. നീ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ആതിരയെ ഉപേക്ഷിക്കില്ല, ഇത് സത്യം എന്ന് സന്ദീപ് പറയുമ്പോൾ ഉടനെ മീരയെടുത്തി പറഞ്ഞു, അമ്മേ, സത്യം പറയാലോ, ഞാനും സന്ദീപിനെ കുറേ കുറ്റം പറയുകയും തള്ളി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്. പക്ഷേ ഇവിടെ വന്ന് ഇവരോടൊപ്പം താമസിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ സന്ദീപ് എത്രത്തോളം ആതിരയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എനിക്കറിയാം അമ്മേ, അച്ചു മാത്രമല്ല, ആതിരയും നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെയാണ്, നല്ലൊരു ജീവിതം തന്നെയാണ് ആതിരയ്ക്കും കിട്ടിയിരിക്കുന്നത്. അച്ചുവിന് മാത്രമല്ല, ആതിര മോൾക്ക് നല്ല ഒരു കുടുംബമാണ് ഉണ്ടായിരിക്കുന്നത്. അവരെ സ്നേഹിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാരെ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അറിയിച്ചു. ഇത് കേട്ടതോടെ ദയാനന്ദ മാഷ് പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്താ ഞങ്ങൾക്ക് ഇനി വേണ്ടത്? എന്തായാലും ഞങ്ങളുടെ മോൻ തന്നെയാ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് സന്ദീപിനെയും ചേർത്ത് പിടിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന അനഘ അവന്തിയോട് പറഞ്ഞു, കണ്ടില്ലേ ചേച്ചി അവരുടെ സന്തോഷം? ഇന്ന് എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? ചേച്ചി എന്താ ഒന്നും മറുത്ത് പറയാതിരുന്നത്? ഇപ്പോൾ അവരുടെ ഈ സന്തോഷമൊക്കെ കണ്ട് ആസ്വദിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കാനായിരുന്നോ എന്ന് ചോദിച്ചതും അവന്തിയെ പറഞ്ഞു, നീ കേട്ടതല്ലേ അനഘേ, സച്ചി നിന്നോട് ദേഷ്യപ്പെട്ടത്? സച്ചി എന്തൊക്കെയാ പറഞ്ഞെന്ന് നീയും കേട്ടു നിന്നതല്ലേ? സത്യത്തിൽ സച്ചി നിന്റെ മുഖത്തേക്ക് നോക്കി അതൊക്കെ പറഞ്ഞെങ്കിലും ആ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ എന്നോടുള്ളതായിരുന്നു. അക്കാര്യം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഞാൻ അവരെ പറയാനായി ചെന്നു കഴിഞ്ഞാൽ അവൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ മടി കാട്ടിയ കാര്യങ്ങൾ അവൻ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നിൽക്കും എന്ന് അനഘയോട് അവന്തിക അറിയിച്ചു. അത് കേട്ടതും അനഘ ചോദിച്ചു, എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒന്നും മിണ്ടാതെ പേടിച്ചിരിക്കണം എന്നാണോ ചേച്ചി പറയുന്നത് എന്ന് അനഘ അവന്തിയോട് അന്വേഷിച്ചതും അവന്തിക പറഞ്ഞു, അല്ല, അല്പസമയം കൂടിയേ ഈ താഴെ നിൽക്കുന്ന ഇവരുടെ എല്ലാവരുടെയും സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ ഈ അവന്തിക തന്നെ ഇതെല്ലാം ഇല്ലാതാക്കും. സേതുമാധവൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. അയാൾ വന്നു കയറുന്ന സമയത്ത് അയാളെ കൊണ്ട് തന്നെ ഇവരെല്ലാവരെയും ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിച്ചിരിക്കും. അത് തീർച്ച. നീ നോക്കിക്കൂ. സേതുമാധവൻ മടങ്ങി എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. നീ കണ്ടോ മോളെ, അപ്പോഴെന്താ സംഭവിക്കാൻ പോകുന്നത്? സത്യത്തിൽ സച്ചിയല്ലേ ഇവിടെ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ വന്നതിനെ സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിട്ടോളാമെന്ന് സച്ചി പറഞ്ഞല്ലോ. എന്നാൽ അവന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ നോക്കിക്കോ. എന്നെ അങ്ങനെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇന്ന് ഈ വീട്ടിൽ അത്രയും വലിയൊരു കോലാഹലം ഞാൻ സൃഷ്ടിച്ചിരിക്കും. ഇന്നൊരിക്കലും ഇവിടെ നിന്ന് ആര് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. ചേച്ചി എന്ത് ചെയ്യുന്ന ഈ പറയുന്നത് എന്ന് ചോദിച്ചതും, നീ നോക്കിക്കോ, ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന്. ഒരു കാരണവശാലും ഇന്ന് ഇവിടെ നിന്ന് സന്തോഷിക്കുന്ന ഒറ്റയൊരെണ്ണവും ആ സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് മടങ്ങില്ല. എല്ലാത്തിനെയും ഇന്ന് ഞാൻ ശരിക്കും എല്ലാത്തിനുമുള്ള സമ്മാനം ഞാൻ കൊടുത്തിരിക്കും എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. അനഘ പറഞ്ഞു, എന്തായാലും ഇനി എന്ത് പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി നമുക്ക് തന്നെയാവോ അത് തിരിച്ചടി എന്ന രീതിയിൽ അനഘ അവന്തികയെ നോക്കി നിന്നു. അപ്പോഴേക്കും അർച്ചനയും സന്ധ്യ ഡോക്ടറും കാറിൽ തന്നെ കാത്തിരിക്കുമ്പോൾ ഡ്രൈവർ ഹരിഹരന്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയി അയാളെ വാച്ച് ചെയ്തതിന് ശേഷം വേഗം ഡ്രൈവർ പ്രദീപ് തിരികെ എത്തി. പെട്ടെന്ന് വാതിൽ ആ ക്ലാസ്സിൽ വന്ന് മുട്ടിയതും അർച്ചന അയാളുടെ കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, മാഡം, അയാൾ അവിടെ തന്നെയുണ്ട്. മേഡം പറഞ്ഞ് ആ കാറ് കിടക്കുന്ന വീട് ഞാൻ പോയി നോക്കി, അയാൾ എങ്ങും പോയിട്ടില്ല എന്നറിയിച്ചു. ഉടനെ തന്നെ അതുവഴി ഹരിഹരന്റെ കാറ് വരുന്നത് അവർ കണ്ടു. ഉടനെ അർച്ചന പറഞ്ഞു, ഡോക്ടർ, ദാ അയാളാ പോകുന്നത്. ഈ സമയത്ത് നമുക്ക് ആ വീട്ടിലേക്ക് ചെന്ന് നന്ദേട്ടൻ തന്നെയാണോ അവിടെ ഉള്ളതെന്ന് നോക്കാം എന്ന് അർച്ചന അറിയിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടി വേഗം ഹരിഹരന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഹരിഹരൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഹരിഹരന്റെ വീടിന് വാതിക്കലെത്തി ആ ഡോർ തുറക്കാനായി അർച്ചന ശ്രമിച്ചതും വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് കണ്ടതോടെ അർച്ചനയ്ക്ക് അത് നിരാശയായി. അയ്യോ,
ഇത് ലോക്ക്ഡ് ആണല്ലോ എന്ന് പറഞ്ഞ് അവർ സങ്കടത്തോടെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, വാ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അങ്ങനെ അവർ 3 പേരും കൂടി പിന്നാമ്പുറത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ വാതിൽ തുറക്കാൻ കഴിയുമോ എന്ന് അവർ പരിശോധിക്കുന്നു. ഈ സമയത്ത് അടുക്കള വാതിലിന് അവിടുത്തെ ജനല് തുറക്കാൻ കഴിയുമോ എന്ന് ഡ്രൈവർ നോക്കി. അങ്ങനെ വാതിലെങ്ങും തുറക്കാൻ കഴിയത്തില്ലാത്ത ആ ടെൻഷനങ്ങ് നിൽക്കുമ്പോൾ വേഗം തന്നെ നന്ദൻ അതുവഴി ആരോ പോകുന്നതായിട്ടും അവിടെ ജനലൊക്കെ തുറക്കാനായിട്ട് ആരോ ശ്രമിക്കുന്നതായിട്ടും നന്ദന് മനസ്സിലായി. ആരായിരിക്കും എന്ന സംശയത്തോടെ നന്ദൻ വേഗം ആ റൂമിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും ആ ഡ്രൈവർ വേഗം അവിടെ അരികിലുള്ള ഒരു ജനൽ തുറന്നു കിടക്കുന്നത് കണ്ടതോടെ അതുവഴി അടുക്കളയിലെ വാതില് തുറക്കാൻ കഴിയുമോ എന്ന് അയാൾ നോക്കി. പെട്ടെന്ന് അവിടെ പുറത്ത് കണ്ട ഒരു പൈപ്പും കഷ്ണം എടുത്തുകൊണ്ട് വന്ന് വേഗം അയാള് ആ വാതിലിന്റെ സാക്ഷ അത് തുറക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ ആ സാക്ഷ അയാൾ ജനലിലൂടെ ആ ഇരുമ്പ് തിണ്ടിട്ടിട്ട് പതുക്കെ അതിന്റെ സാക്ഷയിലേക്ക് തട്ടുന്നു. അങ്ങനെ ആ വാതിലിന്റെ ലോക്ക് അയാൾ തുറന്നു. ആ സന്തോഷത്തിൽ വേഗം അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവർ 3 പേരും കൂടി അകത്തേക്ക് കയറിയതിനു ശേഷം നന്ദനെ പൂട്ടിയിട്ടിരുന്ന ആ ഡോർ ഒഴിച്ച് ആ റൂം ഒഴിച്ച് ബാക്കി എല്ലാ റൂമുകളും അവർ പരിശോധിച്ചു. അവിടെ എല്ലായിടത്തും കയറി നോക്കിയതിനു ശേഷം അവസാനം അപ്പുറത്തായി കണ്ട ആ നന്ദനെ പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിനരികിലേക്ക് എത്തി. അവിടെ വന്ന് വാതിൽ തുറക്കാനായി അർച്ചനയും സന്ധ്യ ഡോക്ടറും ശ്രമിക്കുന്നു. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്നവർ പരസ്പരം പറയുന്നത് കേട്ട് അകത്ത് നിന്ന് നന്ദൻ വിളിച്ചു ചോദിച്ചു, ആരാ? അത് കേട്ടതും അയ്യോ അകത്താരോ ഉണ്ടല്ലോ എന്ന് പ്രതിഭ അറിയിച്ചു. ഉടനെ തന്നെ അർച്ചന ആകെ സംശയത്തോടെ വിളിച്ചു, അകത്താരാ? നന്ദേട്ടനാണോ എന്ന് വിളിച്ചു ചോദിച്ചു. എന്നെ നന്ദേട്ടെന്ന് വിളിക്കാൻ ഇതാരായിരിക്കും എന്ന് നന്ദൻ സംശയിച്ചു. ഉടനെ തന്നെ നന്ദൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ നന്ദനാണ്, ആരാ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം നന്ദൻ വാതിലിനരികിലെത്തി കൈകൊണ്ട് കൊട്ടിയിട്ട് ചോദിച്ചു, ആരാ? ഉടനെ അർച്ചന പറഞ്ഞു, ഞാൻ നന്ദേട്ടാ, ഞാൻ സച്ചിയുടെ ഭാര്യയാണ് അർച്ചന എന്ന് പറഞ്ഞു. നന്ദേട്ടാ, ഇത് അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദൻ അവിടുന്ന് വാതിലിനിട്ട് തട്ടി. അർച്ചന എൻ്റെ സച്ചിയുടെ ഭാര്യയും. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, അല്ല നന്ദേട്ടാ, ഇത് അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതാണോ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു, അല്ല അയാള് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതാ എന്ന് പറഞ്ഞു. അയ്യോ താക്കോൽ ഇവിടെ ഇല്ലല്ലോ, എന്തായാലും താക്കോലൊന്ന് നോക്കട്ടെ ഞാനേ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന വേഗം താക്കോല് കണ്ടെത്താനായി ഹാളിലേക്ക് എത്തി. അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന ആശങ്കയോടെ അർച്ചന ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഇരുന്ന ആ ഷെൽഫിലേക്കൊക്കെ അർച്ചന കണ്ണു പായിച്ചു. അപ്പോഴേക്കും അവിടെ സൈഡിൽ വെച്ചിരുന്ന ആ ഒരു ഫോട്ടോയ്ക്ക് മുകളിലായിട്ട് ആ താക്കോൽ ഇരിക്കുന്നത് അർച്ചന കണ്ടു. വേഗം തന്നെ അർച്ചന ആ താക്കോല് കയ്യിലെടുത്തു. അതിനുശേഷം പെട്ടെന്ന് ആ റൂമിനരികിലേക്ക് അർച്ചന ഓടിയെത്തി. റൂമിന് ആ കീയിട്ട് വാതിൽ തുറന്നതും അർച്ചന മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ടതോടെ അർച്ചനയ്ക്ക് വലിയ സന്തോഷമായി. നന്ദേട്ടാ എന്ന് അർച്ചന വിളിച്ചത് കേട്ട് നന്ദൻ അതിശയത്തോടെ ചോദിച്ചു, എൻ്റെ സച്ചിയുടെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചതും അതെ നന്ദേട്ടാ എന്ന് അർച്ചന സന്തോഷത്തോടെ അറിയിച്ചു. നന്ദൻ അർച്ചനയെ നേരിൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ പുറത്തേക്ക് പോയ ഹരിഹരൻ തിരികെ അവിടേക്ക് മടങ്ങിയെത്തുന്നു. ഈ സമയത്ത് പ്രദീപിനോട് അർച്ചന പറഞ്ഞു, പ്രദീപെ വേഗം ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് വാ. ശരി മേഡം എന്ന് പറഞ്ഞ് വേഗം പ്രദീപ് വണ്ടി എടുക്കാനായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ഹരിഹരൻ കൃത്യമായി ആ വീട്ടിലേക്ക് വന്നെത്തി. ഹരിഹരൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നന്ദനുമായിട്ട് അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹരിഹരൻ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അടുക്കള വാതിൽ അടച്ചിട്ട് സന്ധ്യ ഡോക്ടറും അർച്ചനയും കൂടി വേഗം നന്ദനുമായി വാതിക്കലേക്ക് ഓടിയെത്തുന്നു. ഈ സമയത്ത് ഹരിഹരൻ അകത്തേക്ക് കയറി വാതിൽ അടച്ചു കഴിഞ്ഞു. ഹരിഹരൻ വേഗം ടേബിളിനരികിലേക്ക് എത്തി മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അവന്തികയെ വിളിച്ച് ഞാൻ വീട്ടിലെത്തി എന്ന് ഹരിഹരൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അർച്ചന നന്ദനുമായിട്ട് സന്ധ്യ ഡോക്ടറോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് പ്രദീപ് കാറുമായി വാതിക്കലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു കാറ് തന്റെ മുറ്റത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതോടെ ഹരിഹരൻ വേഗം തന്റെ ഫോൺ ഓഫ് ചെയ്തു. ഈ സമയത്ത് നന്ദനും സന്ധ്യ ഡോക്ടറും ഒപ്പം അർച്ചനയും കൂടി കാറിലേക്ക് ഓടി വന്ന് കയറി. ഉടനെ തന്നെ ഹരിഹരൻ ശബ്ദം കേട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഓടി വരുമ്പോഴേക്കും കാറുമായി അവിടെ നിന്ന് അർച്ചന നന്ദനോടൊപ്പം സന്ധ്യ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് മടങ്ങി. ഈ കാഴ്ച കണ്ട് ഹരിഹരൻ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നു. തനിക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ള സത്യം അതോടെ ഹരിഹരൻ മനസ്സിലാക്കുന്നു.